തിരുവണ്ണാമല അമ്പലത്തിലെ ഉത്സവം അവസാനിക്കുകയാണ്. അതിന് 10ാമത്തെ ഉത്സവം നാളെ. ഉത്സവം കൂടാനായിട്ട് എന്റെ ശുണ്ടാപ്പിതേ തൃശ്ശൂരിന്ന് ട്രെയിനും കയറി വരുന്നുണ്ട്. അവളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബാൽച്ചാണ്ടിന് വരാൻ പറ്റിയില്ല. അമ്മയും ചേച്ചിയും ഉണ്ണിയും കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായേ. അവളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ടിട്ടും യാതൊരു എക്സ്പ്രഷനില്ല, ഒരു കുലുക്കൊണ്ട് എന്താ ആരാ എന്നുള്ള രീതിയിലായിരുന്നു അവൾ ഇരുന്നിരുന്നത്. പിന്നെ അല്ലേ മനസ്സിലായത് ട്രെയിനിലിരുന്ന് പ്രാന്ത് പിടിച്ചിട്ട് എന്റെ കുഞ്ഞ് വന്നേക്കണേന്ന്. എന്റെ കുഞ്ഞു പെണ്ണ് ചിരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ അവള് ചിരിക്കില്ല, ഇങ്ങനെ ഗൗരവം പിടിച്ചിട്ടാ കൂടുതലും ഇരിക്കുക. അവള് ജനിക്കുമ്പോ തൊട്ടേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവളെ കിട്ടിയപ്പോ തന്നെ മേടിച്ച് മടി വെച്ചേ. നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജ്യൂസ് കുടിക്കാന്നും പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയ കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെനു കാർഡൊക്കെ അതേ വലിച്ചു കയറിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ ഒരു മിഠായി കൊടുത്ത് കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചിരുത്തി അവളെ. ഇത് കയ്യിൽ വെറുതെ കൊടുക്കുകയുള്ള മിഠായി പൊളിച്ചു കൊടുക്കൂലട്ടോ അവൾക്ക് തിന്നാനായിട്ട്. അവിടുന്ന് പിന്നെ എല്ലാവരും ജ്യൂസും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വേറെ എന്താ പണി, അവളെ ഇരുത്തി കളിപ്പിക്കലാണ്ട ഞങ്ങളുടെ എല്ലാവരുടെ പണി. കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കാനും എഴയാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ള് എല്ലായിടത്തേക്കും എഴഞ്ഞു നടക്കലാട്ട പരിപാടി അവളുടെ. പിന്നെ അമ്മ മീൻ നന്നാക്കി തന്നു, ഞാൻ കറി വെച്ച് വെച്ചുട്ടോ. പിന്നെ രാത്രി ആയപ്പോ ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്ത കാരണം വേറെ ഒന്നുമല്ല, ഇന്നെന്റെ ഗംഗയുടെ ബർത്ത്ഡേ ആണ്. അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാട്ടോ ഞാൻ അവൾക്ക് കേക്ക് മേടിച്ചു കൊടുക്കുന്നെന്ന്. പക്ഷെ അത് കൊടുത്തപ്പോ അവളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ കുഞ്ഞിപ്പെണ്ണ കേക്കിന് വേണ്ടി ചാടി കിടക്കുമായിരുന്നു. ഒരു കുഞ്ഞു കഷ്ണം അവൾക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടാ. ഇന്ന് 9ാം ഉത്സവം ആയതുകൊണ്ട് ഇന്ന് നാടകമായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഉണ്ടായിരുന്നത്. നാടകം പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ കാണാൻ ചെന്നത്. അതുകൊണ്ട് തന്നെ എന്താ നാടകം എന്നുള്ളത് എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ലേ. അതും കണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ പത്രമുള്ളൂ. ബൈ.